ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എൻ്റെ വീട്ടിലെ ഒരു ദിവസമാണ്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് വന്നിട്ടുള്ളൊരു വരവാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ നീറ്റ് ഇവിടെ എത്തിയപ്പോഴേക്കിതാ നമ്മുടെ പീലിക്കുട്ടിയും എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് രാവിലെ കണ്ടപ്പോൾ ആകെ അന്തം വിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതെവിടെയെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് നല്ല പരിചയക്കേട് ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛനെയും അമ്മേനെയൊക്കെ കണ്ടപ്പോൾ ഓക്കെ കുഴപ്പമില്ല. ആദ്യത്തെ ഒരു ചെറിയ പരിചയക്കേട് പിന്നെ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ വീടും പരിസരമൊക്കെ പെട്ടെന്ന് പരിചയമില്ലാത്ത പോലെ കേട്ടോ. ഇപ്പോൾ 2 മാസത്തോളം ആയിട്ടുണ്ട് ഞങ്ങൾ വന്നിട്ട്. അതിൻ്റെ ഒരു ഇത് അപ്പോൾ ഇതാ ഇവിടെ ഞാനും പീലിക്കുട്ടിയും കൂടെ കോഴി അരിമണി പെറുക്കി കഴിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അമ്മയാണെന്നുണ്ടെങ്കിൽ അവിടെ മുറ്റടിച്ച് വരുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇതാ കടയ്ക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ പീലിക്കുട്ടി അതുവരെ എൻ്റെ മടിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ പീലിക്കുട്ടി അച്ഛൻ പോണ കണ്ടിട്ട് അച്ഛൻ്റെ നേരെയായിട്ട് നോട്ടം. അപ്പോൾ അച്ഛൻ കൂടെ കൈ കാണിച്ചപ്പോഴേക്കും വേഗം ആൾ ചാടി കയറി പോയിട്ടുണ്ടായിരുന്നു. ടാറ്റ പോവാന്ന് പറഞ്ഞാൽ പിന്നെ ചാടിക്കയറി പോവും ആൾ. അപ്പോൾ പരിചയക്കേടും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അതാ വെറുതെ ഇങ്ങനെ റോട്ടിലേക്ക് കൊണ്ടുപോകായിരുന്നു കേട്ടോ അച്ഛന്. അപ്പോൾ അതാ അമ്മ അവിടെ അടച്ചു വരികൊണ്ടിരിക്കുന്നുണ്ട് മുറ്റം. ഞാൻ എന്തായാലും രാവിലെ എണീറ്റിട്ട് ഒരു പണിയും ചെയ്യാതിരിക്കുകയാണ് കേസ്. ഇവിടെ വന്നാലേ എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തിരിച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ എണീറ്റിട്ട് ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. കണ്ണേട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നല്ലാതൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ദോശയാണ് കേട്ടോ അമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് എന്തോ ഒരു ഉള്ളിയും കൊണ്ടുള്ള റോസ്റ്റ് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി ഫുഡ് കഴിച്ചിട്ട് നോക്കാം. അപ്പോൾ അത് നല്ല കളർഫുള്ളായിട്ടുള്ള കറിയാണ് കേസ്. ഞാൻ എന്തായാലും 2 ദോശ എടുത്തിട്ട് കഴിക്കട്ടെ. പീലിക്ക് ഞാനൊരു ദോശ എടുത്തിട്ട് നേരത്തെ കൊടുത്തു നോക്കിയായിരുന്നു. അപ്പോൾ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുമ്പോൾ ഒന്ന് കൊടുത്തു നോക്കിയായിരുന്നു. അപ്പോൾ അവൾ കഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പീലിക്കുട്ടിക്ക് ഇപ്പോൾ നല്ല കുറുമ്പാണ് കേട്ടോ. കണ്ണേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ ദിച്ചു അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ പീലിക്കുട്ടിക്ക് അവിടെ ഇരിക്കണം. ദിച്ചുനെ മാറ്റിയിട്ട് കണ്ണേട്ടൻ്റെ മടിയിലിരിക്കണം കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആൾക്ക് നല്ല കുറുമ്പും കുശുമ്പും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പീലിയുടെ കണക്കിൽ പീലിനെ മാത്രമേ മടിയിൽ വയ്ക്കാൻ പറ്റൂ. ഏട്ടൻ്റെ മടിയിലൊന്നും വയ്ക്കാൻ പറ്റില്ല. ദിച്ചു എവിടെയാണെന്നുണ്ടെങ്കിലും ദിച്ചു എന്തെങ്കിലും ഒരു സാധനം എടുത്താൽ പോലും അത് ആൾക്ക് വേണം കേട്ടോ. അത് കിട്ടുന്ന വരെ വാശി പിടിച്ചുകൊണ്ട് നടക്കും. പിന്നെ അതുപോലെ ഇതാ കണ്ണേട്ടൻ്റെ മടിയിലാണ് മെയിനായിട്ട് ദിച്ചു കയറിയിരുന്നത്. അപ്പോൾ ഇതാ അവനെ തട്ടിമറിച്ചിട്ട് ആൾക്ക് കയറിയിരിക്കണം. പിന്നെ അങ്ങനെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും പീലിക്കുട്ടിയും ദിച്ചും കൂടെ വല്യച്ഛൻ്റെ വീട്ടിൽ പോകാണ് കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്. വല്യച്ഛൻ ഇപ്പം ഇല്ല കേട്ടോ, വല്യമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ഏട്ടനുണ്ട്. ഏട്ടൻ ഇപ്പോൾ എന്തെങ്കിലും വർക്കിനൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ ഇതാ നമ്മളവിടെ എത്തിയപ്പോൾ പീലിക്കുട്ടിക്ക് നല്ല പരിചയക്കേടാണ് കേട്ടോ. അപ്പോൾ അവൾ വലിയ അടുത്തേക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളവിടെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചു. അപ്പോൾ അതാ ദിച്ചു പീലിക്കുട്ടീനെയും കൊണ്ട് എല്ലാ സ്ഥലവും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൊണ്ട് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവനെന്താ മുറ്റത്ത് കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു. മുകളിലേക്ക് പോകാൻ നോക്കിയപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് എങ്ങാനും വീട് എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ച് പേടിച്ചിട്ട്. പീലിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നടക്കുന്നത് നല്ല ഇഷ്ടമാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒതുങ്ങിയിരിക്കുകയാണല്ലോ. അപ്പോൾ അതാ ദിച്ചുവിൻ്റെ അടുത്ത് നിന്ന് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല.
കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ പോന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് തന്നെ വീട്ടിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നേരെ വീട്ടിലെത്തിയിട്ട് ഞാനിതാ കുളിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും വീട്ടിലല്ലേ, അപ്പോൾ ഞാൻ എന്തെങ്കിലും കുറച്ച് സ്കിൻ കെയർ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി, റോസ് വാട്ടറൊക്കെ പാടെ ആഡാക്കിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഫേസിൽ തേക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അരിപ്പൊടി പുട്ടുപൊടിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മെൽട്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ ദിവസമായി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട്, ഹോം റെമഡീസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും അതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ചിലരൊക്കെ ഉണ്ടാവും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നൊന്നും സ്കിൻ കെയറും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ നമ്മുടെ വീട്ടിൽ വരുമ്പോഴൊക്കെ ചെയ്യുന്നവർ കേട്ടോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ അവിടെ നിന്ന് നന്നായിട്ട് ചെയ്യാറുണ്ട്. ഇവിടെ വന്നപ്പോൾ ഒന്നുകൂടെ ചെയ്യുന്നു, ഇപ്പോൾ കുറച്ചായി ചെയ്തിട്ട്. എൻ്റെ ഫ്രണ്ട് ഒരിക്കൽ എന്നോട് ഇങ്ങനെ പറയുണ്ടായി കേട്ടോ, അവൾക്ക് മടിയാണ് സ്കിൻ കെയറൊക്കെ ചെയ്യാൻ. നമ്മളിങ്ങനെ ഫേസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം അല്ലെങ്കിൽ തലയിലൊക്കെ എന്തെങ്കിലും തേക്കുമ്പോൾ ഹസ്ബൻഡ് കുഴപ്പമില്ല, ഫാമിലി മെമ്പേഴ്സൊക്കെ എന്താ വിചാരിക്കുക, എസ്പെഷ്യലി അമ്മയ്ക്ക് എന്താ വിചാരിക്കുക എന്ന്. എനിക്ക് ഒരിക്കൽ പോലും അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെന്താ വിചാരിക്കുക എന്നൊന്നും. എനിക്ക് എന്ത് വേണോ അപ്പോൾ ഞാനത് ചെയ്യും. ഇതൊക്കെ നമ്മൾ പേഴ്സണൽ കാര്യങ്ങളല്ലേ, അതിനൊക്കെ ഇപ്പോൾ അവർക്ക് എന്തെങ്കിലും തോന്നേണ്ടതുണ്ടോ, അങ്ങനെയാണ് ഞാൻ വിചാരിക്കാറുള്ളത്. പിന്നെ ഇപ്പോൾ അങ്ങനെ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ വേറെ പാകമൊന്നുമില്ല, അത് അവരുടെ മെൻറ്റാലിറ്റിക്ക് അനുസരിച്ചിരിക്കും. പിന്നെ അങ്ങനെ ചെയ്യാൻ മടിക്കുന്നവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മളെ സ്കിന്നാണ്, നമ്മളെ ഹെയറാണ്, നമ്മളെ ബോഡിയാണ്, അത് നമ്മൾ കെയർ ചെയ്യണം, വേറെ ആരും വന്ന് കെയർ ചെയ്യില്ല. അപ്പോൾ അത് നമ്മൾ തന്നെ ചെയ്യുക. പിന്നെ ഇപ്പോൾ ഞാൻ തലയിൽ തേച്ചുകൊണ്ടിരിക്കുന്നത് ഒരു സ്പെഷ്യൽ താളിയാണ് കേട്ടോ. അമ്മ ഉണ്ടാക്കിയതാണ്. ചെമ്പരത്തി ഉണ്ട്, തുളസി ഉണ്ട്, പിന്നെ മറ്റേ കയ്പ്പിൻ്റെ വേപ്പിലുണ്ട്, അങ്ങനെ കുറേ സ്പെഷ്യൽ ഇലകളൊക്കെ പാടെ ചേർത്തിട്ടുള്ളൊരു താളിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നന്നായി തേക്കുന്നുണ്ട്. ഞാൻ തോട്ട് പോയിട്ട് കുളിക്കണം എന്നാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ടൈമില്ലാത്തതുകൊണ്ട് തന്നെ ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ തോട്ടിലൊക്കെ പോയിട്ട് വിശാലമായിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ നല്ലൊരു കുളിയൊക്കെ പാസ്സാക്കിയിട്ട് പോകാൻ റെഡി ആവണം. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.